ഏറ്റവും അള്ളാഹുവിന്റെ റസൂൽ റമദാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമ്പെടുത്ത ഒരേ ഒരു മാസം അത് ശഅബാനായിരുന്നു. റമദാനിലേക്കുള്ള ഒരുക്കം, ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്തും 4 റക്അത്തും ഒക്കെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ളുഹർ എന്ന ഫർളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴുള്ള ഒരുക്കം പോലെ റമദാൻ മാസം എന്ന നിർബന്ധ മാസത്തിലേക്ക് കിടക്കുന്നതിന്റെ മുമ്പ് ശഅബാനിൽ കുറച്ച് നോമ്പൊക്കെ കൂടുതൽ നോറ്റിട്ട് മനസ്സൊക്കെ ഒന്ന് പാകപ്പെടുത്തി, ഒന്ന് ക്ലിയറാക്കി, ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ഭക്തിയോടെ ആ മാസത്തിലേക്കാണ് കിടക്കുക. അതിനാണ് ശഅബാൻ. ആ ശഅബാനിൽ 15ന്റെ അന്നൊരു പ്രത്യേകമായ നോമ്പ്, ബറാത്ത് നോമ്പ് ആര് പഠിപ്പിച്ചതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ശഅബാനിലും മറ്റു മാസങ്ങളെ പോലെ 13-ന് നോമ്പുണ്ട്, 14-ന് നോമ്പുണ്ട്, 15-ന് നോമ്പുണ്ട്. അത് ശഅബാനിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലുമുണ്ട്. അത് ഈ മാസത്തിലും നോമ്പെടുക്കാം. നേരെ മറിച്ച് 13ഉം 14ഉം ഒന്നും എടുക്കാത്തവൻ എന്ത് പറയും? ഇന്ന് ബറാത്ത് നോമ്പാണ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ്. അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു പ്രത്യേക നിസ്കാരം, 100 റക്അത്ത് നിസ്കാരമൊക്കെ, അതിന്റെ പോരിശൊക്കെ ധാരാളം ഹോജമാരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കള്ള ഹദീസുകൾ. അന്ന് 100 റക്അത്ത് നിസ്കരിച്ചാലുള്ള മഹത്വമൊക്കെ എത്ര ഹോജമാരുടെ വലിയ വലിയ മഹാന്മാരെന്ന് പറയുന്നവരുടെ കിതാബുകളിലാണ് കിടക്കുന്നത്. ആര് പറഞ്ഞിട്ടെന്താ? അള്ളാന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല. അന്നത്തെ ദിവസം 3 യാസീൻ ഓരോരുത്തരും കുടുംബത്തിലെ മെമ്പർമാര് തല എണ്ണിയിട്ട് ഓരോരുത്തരുടെ പേരിലും 3 യാസീനോതും വന്ന്. ഒന്നാമത്തെ യാസീൻ എന്തിനാ? നമ്മുടെ റിസ്ഖിലൊക്കെ നല്ല ബറക്കത്ത് കിട്ടാൻ. കാരണം ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് തീരുമാനിക്കുന്ന ബജറ്റ് ദിനമാണ് എന്നാണ് ബറാത്തരാവ്. ഒരു കൊല്ലത്തെ ബഡ്ജറ്റ്, ആരൊക്കെ ഈ കൊല്ലം മരിക്കും, ആരൊക്കെ കല്യാണം കഴിക്കും, നിങ്ങൾക്കൊക്കെ എത്ര സാലറി കൂടും, ഇനി ഏതൊക്കെ ജോലിയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആകും, നിങ്ങൾ എന്ന് നാട്ടിൽ പോകും, നിങ്ങൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാവോ, എല്ലാം തീരുമാനിക്കുന്നത് ഈ ബജറ്റ് ദിനത്തിലാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് വിശാലമാകാൻ എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു യാസീൻ. ഓരോ വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ 30 യാസീൻ. ഒരാൾ അയാൾക്ക് വേണ്ടി 3 എണ്ണം. അങ്ങനെ റിസ്ക് വിശാലമാകാൻ. മറ്റൊന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും പരലോകത്തവർക്ക് നന്മ ലഭിക്കുവാൻ. 3-മത്തതോ ദീർഘായുസ് കിട്ടാൻ, ഒരുപാട് കാലം ജീവിക്കാൻ. ഇതാര് പഠിപ്പിച്ചു എന്നതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേകത സൂറത്ത് യാസീൻ 3 പ്രാവശ്യം ഓരോരുത്തർക്കും വേണ്ടി പാരായണം ചെയ്യൂ എന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമുക്കൊരു നോമ്പ് നോൽക്കുന്നതിനോട് എതിർപ്പുണ്ടായിട്ടാ, നിസ്കരിക്കുന്നതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടായിട്ടാ, ഖുർആൻ ഓതുന്നതിന് വിരോധം ഉണ്ടായിട്ടാ? അങ്ങനെ ചില ആളുകൾ പറയാ, കണ്ടോ നന്മ മുടക്കികളാണ് ഇവര്. നിസ്കരിക്കണ്ടെന്നാ പറയുന്നത്, നോമ്പ് പോൽക്കണ്ടെന്നാ പറയുന്നത്. നോമ്പ് പോൽക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അന്ന് ബറാത്ത് നോമ്പ് എന്ന പേരിലൊരു നോമ്പില്ലാന്ന്. 13-നും 14-നും 15-നും എടുത്തോളൂ, 3 ദിവസം എടുത്തോന്നാ പറയണേ. ഇങ്ങനെ ഓരോന്നും നോക്കൂ സഹോദരങ്ങളെ, ദീനിലേക്ക് ഏതെല്ലാം വിധത്തിലാണ് ആളുകൾ ഓരോന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്.